അസം സ്വദേശിയായ അമിതിനെ തൃശൂർ മാളിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തെളിവായി കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഈ കൊലപാതകം ചെയ്യാൻ പോകുന്നതും ചെയ്തതിന് ശേഷം മടങ്ങി വരുന്നതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഈ ഒരു പ്രതി ഇയാൾ തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SP മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വിശദമായി നോക്കാം. മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോൾ അമിതിനെ ജാമ്യത്തിലിറക്കിയ അപരിചിതരായ 2 സ്ത്രീകളെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട്. വിജയകുമാർ തന്നോട് അടിമയെ പോലെ പെരുമാറിയെന്ന് അമിത് മൊഴി നൽകി. 20 ദിവസത്തെ ശമ്പള കുടിശ്ശിക പലതവണ ചോദിച്ചിട്ടും നൽകിയില്ല. തുടർന്നാണ് മൊബൈൽ മോഷ്ടിച്ചത്. ഫോണിലുണ്ടായിരുന്ന സിം കാർഡ് സ്വന്തം മൊബൈലിലേക്ക് മാറ്റി Google Pay ഇൻസ്റ്റാൾ ചെയ്തു. നമ്പർ ലിങ്ക് ചെയ്തിരുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 2.5 ലക്ഷം രൂപ മാറ്റി. എന്നാൽ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഈ പണം തിരികെ കൊടുക്കാൻ ശ്രമിച്ചു. പോലീസ് കേസെടുത്തതിനാൽ പണം തിരികെ ട്രാൻസ്ഫർ ചെയ്യാനാകില്ലെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പണം തിരികെ നൽകാമെന്നും കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും വിജയകുമാർ അത് നിഷേധിച്ചു. റിമാൻഡിലായതോടെ ഭാര്യയുടെ ഗർഭമലസി. ഇതിനൊക്കെ കാരണക്കാരൻ വിജയകുമാർ എന്ന ചിന്തയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അമിതിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം ഈ അമിത് വിജയകുമാറിന്റെ പണം മോഷ്ടിക്കുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു ആ പണം തിരികെ കൊടുക്ക്, അല്ലെങ്കിൽ അത് മോഷ്ടിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു ഉപദേശം ഭാര്യ ഈ അമിതിന് നൽകുന്നുണ്ട്. പണം തിരികെ കൊടുക്കാമെന്ന നിലപാടിൽ അമിതും എത്തിയിരുന്നു. പക്ഷേ ചില തടസ്സങ്ങൾ വരികയുണ്ടായി. എന്തായാലും ഭാര്യയുടെ ഉപദേശപ്രകാരം അമിത് ആ ഒരു നീക്കത്തിലേക്ക്, അതായത് പണം തിരികെ നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം പ്രതി താമസിച്ച റെയിൽവേ സ്റ്റേഷൻ സമീപത്തിൽ ലോഡ്ജ്, ജനൽ കുത്തി തുറക്കാനുള്ള ഉപകരണം വാങ്ങിയ കളരിക്കൽ ബസാറിലെ കട എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് കാണാതായ CCTV, ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോൺ എന്നിവ കഴിഞ്ഞ ബുധനാഴ്ച തോട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇവ കോടതിയുടെ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. എന്തായാലും നാടിനെ നടുക്കിയ കൊലപാതകം. ഇനിയും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് അടക്കം നടന്നിരുന്നു. ആ തെളിവെടുപ്പ് ദൃശ്യങ്ങളിലേക്ക്. ഹലോ, എല്ലാരും കയറരുത്. ഉദ്യോഗസ്ഥന്മാരെ കയറ്റി വിടണേ, ആദ്യമേ ഉണ്ടാക്കല്ലേ. ഔട്ട് ഹൗസിലേക്കാണ്. വീഡിയോ നോടാക്കാൻ പറ്റും.
കാണുന്നില്ല